കോഡ് ആൻഡ് പ്ലേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സ്ക്രാച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. 2 ക്യാരക്ടേഴ്സ് പരസ്പരം നടക്കുന്ന ഒരു സ്ക്രാച്ച് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊജക്റ്റിനകത്ത് നിങ്ങൾക്ക് 2 ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഒന്ന് ക്യാറ്റാണ്, രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ പേര് പൈക്കോ എന്നാണ്. ക്യാറ്റും പൈക്കോയും 2 ഡയറക്ഷനിൽ നിന്ന് നടന്നു വരികയാണ്. അതിനുശേഷം തൊട്ടടുത്തെത്തുമ്പോൾ അവർ രണ്ടുപേരും ഹലോ എന്ന് പറയുകയാണ്. അതിനുശേഷം ക്യാറ്റ് ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. അതിന് റിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പൈക്കോ പറയുകയാണ് ഐ ആം ഫൈൻ എന്ന് പറയുകയാണ്. അതിനുശേഷം രണ്ടുപേരും അവരുടെ നടത്തം തുടരുകയാണ്. ഈ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ സ്ക്രാച്ചിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒരു പുതിയ സ്ക്രാച്ച് പ്രൊജക്റ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. തുടക്കത്തിൽ തന്നെ നമുക്കിതിനൊരു നെയിം കൊടുക്കാം. ഞാനിതിന് ക്യാറ്റ് ആൻഡ് പൈക്കോ വാക്കിംഗ് എന്ന് പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളൂ. ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നമുക്ക് 2 ക്യാരക്ടേഴ്സിന് ആവശ്യമാണ്. അതിൽ ആദ്യത്തെ ക്യാറ്റ് എന്ന ക്യാരക്ടറിനെ ഓൾറെഡി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പേര് സ്പ്രൈറ്റ് 1 എന്നാണ്. സ്പ്രൈറ്റ് 1 ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ പ്രൊജക്റ്റിനകത്തേക്ക് ഒരു പുതിയ സ്പ്രൈറ്റ് കൂടി ആഡ് ചെയ്യാം. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. താഴെയായിട്ട് വലതുഭാഗത്ത് താഴെയായിട്ട് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ള ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചിനകത്ത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പൈക്കോ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്ഷരക്രമത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ പിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിനുശേഷം പൈക്കോ വാക്കിംഗ് സെലക്ട് ചെയ്യുക. പൈക്കോ എന്നുള്ള സ്പ്രൈറ്റ് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. പൈക്കോക്കകത്ത് വാക്കിംഗ് ആനിമേഷൻ ഇല്ല. വാക്കിംഗ് ആനിമേഷൻ വേണമെങ്കിൽ പൈക്കോ വാക്കിംഗ് എന്നുള്ള സ്പ്രൈറ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഞാൻ പൈക്കോ വാക്കിംഗ് സെലക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ക്യാരക്ടറും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു പൈക്കോ വാക്കിംഗ് സ്പ്രൈറ്റ് നമുക്ക് കാണാം. ഒരു ക്യാറ്റ് സ്പ്രൈറ്റിനെയും നമുക്ക് കാണാൻ പറ്റും. 2 ക്യാരക്ടേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് കൂടി ആഡ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൈക്കോയും ക്യാറ്റും ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. റൈറ്റ്, ആദ്യം നമുക്ക് നമ്മുടെ ക്യാറ്റിനെ വാക്ക് ചെയ്യിപ്പിക്കാം. ക്യാറ്റിനെ നടത്തിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേ പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാറ്റ് നടക്കണം. സോ ഇവൻറ്റ്സിലേക്ക് പോകുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സ്പ്രൈറ്റ് 1 സെലക്റ്റഡ് ആണ് എന്ന് ഉറപ്പിക്കുക. ഇപ്പം എൻ്റെ പൈക്കോ വാക്കിംഗ് സ്പ്രൈറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഈ വയലറ്റ് കളറിൽ സെലക്ഷൻ കാണാൻ പറ്റും. സെലക്ട് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ക്യാറ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോഡിങ്ങിനകത്തേക്ക് പോവുക. ഞാൻ സ്പ്രൈറ്റ് 1 ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാറ്റ് സെലക്റ്റഡ് ആണ്. ഇനി ഞാനിവിടെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാറ്റിൻ്റെ കോഡിംഗ് ആണ്. പൈക്കോനെ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കോഡ് ചെയ്യുന്നതെങ്കിൽ ആ കോഡിങ് എഫക്റ്റ് ചെയ്യുക പൈക്കോനെയാണ്, അല്ലാതെ ക്യാറ്റിനെ അല്ല. അതുകൊണ്ട് ക്യാറ്റ് സ്പ്രൈറ്റ് സെലക്റ്റഡ് ആണ് എന്ന് ഉറപ്പിക്കുക. സോ ഞാനിവിടെ കോഡ് പാലറ്റിനകത്ത് പോയിട്ട് ഇവൻറ്റ്സിനകത്ത് പോകുന്നു. വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ക്, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ക്യാറ്റിനെ നടത്തിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മോഷനിൽ പോവുകയാണ്. മൂവ് 10 സ്റ്റെപ്സ് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ് ഗ്ലൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഐ വോണ്ട് ടു മേക്ക് ദ ക്യാറ്റ് മൂവ് ഓർ വാക്ക്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കോസ്റ്റ്യൂംസിനകത്ത് 2 കോസ്റ്റ്യൂം ഉണ്ട്. ഈ കോസ്റ്റ്യൂം ഞാൻ പരസ്പരം മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അതിനുവേണ്ടി ലുക്സിനകത്ത് പോവുക. നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നുള്ള ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ തുറന്ന് നോക്കുക. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്യാറ്റ് വാക്ക് ചെയ്യും. അതിനുശേഷം കോസ്റ്റ്യൂം മാറ്റും. ഈ പ്രോസസ്സ് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിനകത്ത് പോകുന്നു. റിപ്പീറ്റ് 10 എന്ന് പറയുന്ന ബ്ലോക്കിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാറ്റ് 10 പ്രാവശ്യം നടക്കുന്നത് കാണാം. എഗെയിൻ ക്യാറ്റ് ഭയങ്കര വേഗതയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിനകത്ത് തന്നെ വെയിറ്റ് 1 സ്റ്റെപ്പ് ഉണ്ട്. 1 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 0.3 എന്നുള്ളൊരു വാല്യൂ ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാറ്റിനെ തിരിച്ചവിടത്തേക്ക് കൊണ്ടുവരികയാണ്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 പ്രാവശ്യം നമ്മുടെ ക്യാറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യണം, ഈ ക്യാറ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആദ്യത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവെക്കണം. അതെനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണ്. എനിക്ക് എപ്പോൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ക്യാറ്റ് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ ക്യാറ്റിന് എന്ത് ചെയ്യണം, എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്യാറ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്യാറ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എക്സ് വാല്യൂ -185 ആണ്, വൈ വാല്യൂ -29 ആണ്. സോ -185 -29 എന്നുള്ള ഈ പൊസിഷനിലേക്ക് നമ്മുടെ ക്യാറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. നിങ്ങൾ മോഷൻ എന്നുള്ള ടാബിലേക്ക് തിരിച്ചു പോവുക. അവിടെ നിങ്ങൾക്ക് ഗോ ടു എക്സ് -185 -29 എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഇത് നമ്മുടെ ക്യാറ്റിൻ്റെ കറണ്ട് പൊസിഷനാണ്. ഈ -189 -29 എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പൊസിഷനിലേക്കാണ് ഞാൻ എൻ്റെ ക്യാറ്റിനെ കൊണ്ടുവരേണ്ടത്. സോ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
എൻ്റെ ക്യാറ്റ് എവിടത്തേക്ക് വരണം -185 -29 എന്നുള്ള ഈ ഒരു പൊസിഷനിലേക്ക് വരണം. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നടക്കുക. അതിനുള്ള കോഡാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. ക്യാറ്റ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാറ്റ് നടന്ന് 10 പ്രാവശ്യം ഈ നടത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാറ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ക്യാറ്റ് ആദ്യത്തെ പൊസിഷനിലേക്ക് പോയി അവിടെ നിന്ന് നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാറ്റിൻ്റെ കോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത ക്യാരക്ടറിനെ കോഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പൈക്കോ വാക്കിംഗ് എന്ന് പറയുന്ന സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. നമ്മുടെ പൈക്കോ വലതുഭാഗത്തേക്കാണ് നോക്കി നിൽക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് നമ്മുടെ പൈക്കോട് നടക്കാൻ പറയുകയാണെങ്കിൽ പൈക്കോ നമ്മുടെ സ്റ്റേജിൻ്റെ പുറത്തേക്ക് നടന്നു പോകും അല്ലേ. പൈക്കോനെ നമുക്ക് സ്റ്റേജിന് പുറത്തേക്ക് നടക്കണ്ട, പൈക്കോനെ തിരിച്ചു വെക്കണം. പൈക്കോനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഇവിടെ ഡയറക്ഷൻ എന്നുള്ളിടത്ത് യു ക്യാൻ സീ 90. ഇപ്പോൾ ഇത് 90 ഡിഗ്രിയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനെ നമ്മൾ 90 ഡിഗ്രി എന്നാണ് പറയുക. സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ പൈക്കോ വാക്കിംഗ് എന്ന ക്യാരക്ടർ, പൈക്കോ മാത്രമല്ല നമ്മുടെ ക്യാറ്റും 90 ഡിഗ്രിയിലാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ 90 ഡിഗ്രി എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇത് കാണാൻ പറ്റും, ഡയൽ കാണാൻ പറ്റും. ഇവിടെ ഞാനിതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ അതിനൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ബൈ ഡിഫോൾട്ട് അത് 90 എന്നുള്ളൊരു വാല്യൂലായിരുന്നു. 90 എന്ന് പറഞ്ഞാൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. ഈ ക്യാരക്ടറിനെ തിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, -90 ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് -90 എന്ന് ടൈപ്പ് ചെയ്യാം, -90 എന്ന് ടൈപ്പ് ചെയ്യുക. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പോൾ തലകുത്തനെയാണ് നിൽക്കുന്നത് അല്ലേ, കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. സോ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക, ഇതിനകത്ത് തന്നെ ഇവിടെ റൊട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം സെലക്റ്റഡ് ആണ്, ഈ ഒരു ഓപ്ഷൻ സെലക്റ്റഡ് ആണ്. അത് മാറ്റിയിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ റൊട്ടേറ്റ് ചെയ്യില്ല, പകരം അത് ഫ്ലിപ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഡയറക്ഷൻ 0ക്കും 180ക്കും ഇടയിലാണെങ്കിൽ അത് വലതു ഭാഗത്തേക്ക് നോക്കി നിൽക്കും. അതുപോലെ 180ക്ക് മുകളിലാണെങ്കിൽ 180 to 360 അല്ലെങ്കിൽ 0 to -180 വരെയുള്ള വാല്യൂവിനകത്താണ് ഈ റൊട്ടേഷനെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഇടതു ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ എൻ്റെ ക്യാരക്ടറിന് -90 എന്ന വാല്യൂ കൊടുക്കുകയാണ്. -90 തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ മൂവ് ചെയ്യാൻ പോകുന്നത് ആ ഡയറക്ഷനിലാണ്. നിങ്ങളുടെ ക്യാരക്ടർ ഇടതു ഭാഗത്തേക്ക് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ അത് നടക്കുക ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, റൈറ്റ്. അതുകൊണ്ട് ഞാനിവിടെ കൃത്യമായിട്ട് -90 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, -90 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അഗെയിൻ ഈ ക്യാരക്ടറിനെയും ക്യാറ്റിനെ കോഡ് ചെയ്ത് അതുപോലെ തന്നെ കോഡ് ചെയ്യുക. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ പൈക്കോ നടന്നു തുടങ്ങണം. സോ പൈക്കോനോട് ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് 10 പ്രാവശ്യം നടക്കാൻ പറയുകയാണ്. റിപ്പീറ്റ് 10 times. ഐ വിൽ ഗോ ടു മോഷൻ, മൂവ് 10 steps. ലുക്സിനകത്ത് പോവുക, നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുക. എന്ത് ചെയ്യുക, ഒരു സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് 1 second എന്നുള്ള ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുക. 1 second മാറ്റിയിട്ട് 0.3 എന്ന് പറയുന്ന സെക്കൻഡ്സ് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാറ്റ് നടക്കുന്നുണ്ട്, നമ്മുടെ പൈക്കോയും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ് പഴയ പൊസിഷനിലേക്ക് പോയി അവിടെ നിന്നാണ് നടത്തം തുടങ്ങുന്നത്. പക്ഷേ പൈക്കോ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നാണ് നടത്തം തുടങ്ങിയിട്ടുള്ളത്. സോ പൈക്കോന് ഞാനൊരു ഇനീഷ്യൽ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പൈക്കോയും ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോഴും ഈ ഒരു പൊസിഷനിലേക്ക് പോകണം. ഈ പൊസിഷൻ എത്രയാണ്, 182 -15 എന്നുള്ളതാണ് പൈക്കോൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ. സോ എനിക്ക് ഓരോ പ്രാവശ്യവും ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോൾ പൈക്കോ ഈ ഒരു പൊസിഷനിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പോലെ മോഷനകത്ത് പോകുന്നു. ഇവിടെ പോയിട്ട് ഗോ ടു 182 -15 എന്നുള്ള ഈ ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോഴും നമ്മുടെ ക്യാറ്റ് ഇടതു ഭാഗത്ത് നിന്ന് നടത്തം തുടങ്ങുന്നു, പൈക്കോ വലതു ഭാഗത്ത് നിന്ന് നടത്തം തുടങ്ങുന്നു. സോ കുറച്ചധികം ദൂരം നടക്കണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റിൻ്റെ വാല്യൂ ഞാൻ 15 ആക്കുകയാണ്. കുറച്ചുകൂടി അവർ അടുത്തെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യാറ്റിന് ഞാൻ 15 എന്നുള്ള റിപ്പീറ്റ് 15 ആക്കുകയാണ്. 2 ക്യാരക്ടേഴ്സിനും 15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ നോക്കാം. 2 ക്യാരക്ടേഴ്സ് നടക്കുന്നുണ്ട്, അവർ കുറച്ചുകൂടി അടുത്തെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അവർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. 15 വേണ്ട, നമുക്കൊരു 12 നിർത്താം. ക്യാറ്റിനകത്ത് ഞാൻ റിപ്പീറ്റ് 12 ആക്കിയിട്ടുണ്ട്. അതുപോലെ പൈക്കോക്കകത്തും റിപ്പീറ്റ് ചെയ്യുന്നത് 12 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് നടത്തി നോക്കാം. അവർ ഏകദേശം കറക്റ്റായിട്ട് തൊട്ടടുത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ക്യാറ്റ് ഹലോ എന്ന് പറയണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ക്യാറ്റ് സ്പ്രൈറ്റിനെ സെലക്ട് ചെയ്യാണ് വീണ്ടും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ലുക്സ് എന്നുള്ള ബ്ലോക്കുകൾക്കകത്ത് പോവുകയാണെങ്കിൽ ലുക്സിനകത്ത് സേ എന്ന് പറയുന്ന 2 ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സേ ഹലോ ഫോർ 2 seconds എന്നൊരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സേ ഹലോ എന്നുള്ളൊരു ബ്ലോക്കും കാണാൻ പറ്റും. സേ ഹലോ ഫോർ 2 seconds ഞാൻ തൽക്കാലം യൂസ് ചെയ്യുകയാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നടന്നതിന് ശേഷം ഇത്രയും ദൂരം നമ്മൾ നടക്കുകയാണ്. -185 -29 നമ്മുടെ ക്യാറ്റ് നടത്തം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അത് 12 പ്രാവശ്യം നടക്കും.
അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നടത്തം 12 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് പറയാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 സെക്കൻഡ് നേരത്തേക്ക് ഹലോ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ഞാൻ ഒരു വട്ടം കൂടി പ്രസ് ചെയ്യാണ്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാറ്റ് നടത്താൻ തുടങ്ങുന്നുണ്ട്. 12 പ്രാവശ്യം നടക്കുന്നു. അതിനുശേഷം ക്യാറ്റ് 2 സെക്കൻഡ് നേരത്തേക്ക് ഹലോ പറയുന്നു. 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകുന്നു. നിങ്ങൾ ഈ സേ ഹലോ ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും മാഞ്ഞു പോയില്ല. അതെപ്പോഴും ഹലോ എന്നുള്ളത് അവിടെ തെളിഞ്ഞ് കിടക്കും. ഹലോ ഫോർ 2 സെക്കൻഡ്സ് കൊടുത്തുകൊണ്ട് തന്നെ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഹലോ എന്നുള്ളത് മാഞ്ഞു പോകും. ഇതേ പ്രോസസ്സ് ഞാൻ എൻ്റെ പൈക്കോയിലും റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. പൈക്കോക്കകത്ത് പോകുന്നു, പൈക്കോനെ സെലക്ട് ചെയ്യുന്നു. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ് എന്നുള്ള ബ്ലോക്ക് ഇവിടെയും ഞാൻ യൂസ് ചെയ്യാണ്. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ് ഇവിടെയും അറ്റാച്ച് ചെയ്യുകയാണ്. സോ ഇപ്പോൾ ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റും പൈക്കോയും 2 ഭാഗങ്ങളിൽ നിന്ന് നടത്താൻ തുടങ്ങുകയാണ്. അടുത്തെത്തുമ്പോൾ 2 പേരും ഹലോ പറയുകയാണ്. ഈ 2 പേരും ഹലോ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ക്യാറ്റ് ഹൗ ആർ യു എന്ന് ചോദിക്കണം. അതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ്. ക്യാറ്റിനെ ഹൗ ആർ യു ചോദിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഇവിടെ വരുന്നു. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഇപ്രാവശ്യം ഹലോ അല്ല നമ്മുടെ ക്യാറ്റ് പറയുന്നത്, പകരം ഹൗ ആർ യു എന്നാണ്. സോ ഹലോയുടെ മുകളിൽ പ്രസ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുക. ആർ യു എന്നവിടെ ടൈപ്പ് ചെയ്യുക. റൈറ്റ്, ഇപ്പോൾ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാറ്റ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നടന്നെത്തിക്കഴിയുമ്പോൾ ക്യാറ്റ് ഹലോ എന്ന് പറയും, പൈക്കോയും ഹലോ എന്ന് പറയും. അതിനുശേഷം ക്യാറ്റ് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാറ്റ് ഹൗ ആർ യു എന്ന് ചോദിച്ച് കഴിഞ്ഞ ശേഷം മാത്രം എനിക്ക് പൈക്കോ അതിന് മറുപടി കൊടുക്കണം. പൈക്കോക്കകത്ത് പോവുകയാണ്. പൈക്കോൻ്റെ മറുപടി ഞാനിവിടെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പൈക്കോൻ്റെ മറുപടി ഐ ആം ഫൈൻ എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, 2 സെക്കൻഡ് നേരത്തേക്ക് ഐ ആം ഫൈൻ എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ചെറിയൊരു കുഴപ്പം വരും. നമുക്കിത് ട്രൈ നോക്കാം. ട്രൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇപ്പോൾ ഹലോ ചോദിക്കുന്നു 2 സെക്കൻഡ് നേരത്തേക്ക്, അതിന് ഹലോ പറയുന്നു 2 സെക്കൻഡ് നേരത്തേക്ക്. അത് കഴിയുമ്പോൾ നമ്മുടെ പൈക്കോ ഐ ആം ഫൈൻ എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. നമുക്കൊന്നുകൂടി നമ്മുടെ ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ഞാൻ പ്രസ് ചെയ്യുകയാണ്. സോ നിങ്ങൾ കാണാം, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഹലോ പറയുന്നു. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരേ സമയത്ത് 2 പേരും ഹൗ ആർ യു ചോദിക്കുന്നതും ഐ ആം ഫൈൻ എന്ന് പറയുന്നതും ഒരേ സെക്കൻഡ് സമയത്താണ് പറയുന്നത്. ഞാൻ ചെറിയൊരു ഡിലേ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ പോവാണ്. ക്യാറ്റ് ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം എൻ്റെ പൈക്കോ ഉത്തരം പറഞ്ഞാൽ മതി എന്നതാണ് എൻ്റെ ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പണിയെടുക്കുകയാണ്. ഇവിടെ വീണ്ടും കൺട്രോളിനകത്ത് പോകുന്നു. ഈ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്ന ബ്ലോക്കിനെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഹലോ പറഞ്ഞു കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രമേ ഐ ആം ഫൈൻ എന്ന് പൈക്കോ പറയുള്ളൂ. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. തൊട്ടടുത്തെത്തുമ്പോൾ ഹലോ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാറ്റ് ഹൗ ആർ യു ചോദിക്കുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ പൈക്കോ എന്ത് ചെയ്യുന്നുള്ളൂ, ഐ ആം ഫൈൻ എന്ന് മറുപടി പറയുന്നുള്ളൂ. ഇത്രയും ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇവരെ തുടർന്ന് നടത്തിപ്പിക്കുക എന്നുള്ളതാണ്, ആ നടത്തം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ റിപ്പീറ്റ് ചെയ്യുന്ന ബ്ലോക്ക്, നടക്കാനുള്ള ബ്ലോക്കുകൾ ഞാനിവിടെ വീണ്ടും അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. പൈക്കോക്കകത്താണ് ഇപ്പോൾ കോഡ് ചെയ്യുന്നത്. പൈക്കോയോട് ഞാൻ പറയുകയാണ്, ഓക്കെ 10 പ്രാവശ്യം കൂടി നടന്നോളൂ എന്ന് പറയുകയാണ്. നടക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ മോഷനകത്ത് പോകുന്നു, മൂവ് 10 സ്റ്റെപ്സ് വെക്കുന്നു, ലുക്സിനകത്ത് പോകുന്നു, കോസ്റ്റ്യൂം മാറ്റുന്നു, നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുന്നു. റൈറ്റ്, അതിനുശേഷം ചെറിയൊരു ഡിലേ നമ്മൾ കൊടുക്കുന്നു. കൺട്രോളിനകത്ത് പോകുന്നു, ഒരു 0.3 സെക്കൻഡ് ഡിലേ ചെയ്യാൻ പറയുന്നു. 0.3 സെക്കൻഡ് ഡിലേ ചെയ്യാൻ പറയുന്നു. ഇതേ പ്രോസസ്സ് നമ്മൾ ക്യാറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്യാറ്റിനകത്ത് പോകുന്നു, റിപ്പീറ്റ് ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു, മോഷനകത്ത് പോകുന്നു, മൂവ് 10 സ്റ്റെപ്സ് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ലുക്സിനകത്ത് പോകുന്നു, നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കൺട്രോളിനകത്ത് പോകുന്നു. എന്നിട്ട് വെയിറ്റ് ഫോർ 0.3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. റൈറ്റ്, ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 പേരും നടന്നു തുടങ്ങുന്നു, തൊട്ടടുത്തെത്തുന്നു, 2 പേരും ഹലോ പറയുകയാണ്. ക്യാറ്റ് ഹൗ ആർ യു ചോദിക്കുന്നു. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഐ ആം ഫൈൻ എന്ന് തിരിച്ച് പറയുകയാണ്. അതിനുശേഷം 2 പേരും അവരുടെ നടത്തം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ 10 സ്റ്റെപ്പുകളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദൂരം നടന്നിട്ട് അവർ നിർത്തുന്നത്. കൂടുതൽ ദൂരം നിങ്ങൾ നടത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ റിപ്പീറ്റ് 10 എന്നുള്ളത് മാറ്റിയിട്ട് റിപ്പീറ്റ് ഒരു 30 or 40 കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്യാറ്റും പൈക്കോയും 2 പേരും പുറത്തേക്ക് നടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചധികം ദൂരം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്, ഹലോ പറയുന്നു. അതിനുശേഷം ഹൗ ആർ യു ചോദിക്കുന്നു, ഐ ആം ഫൈൻ എന്ന് റിപ്ലൈ കൊടുക്കുന്നു. 2 പേരും 2 ഭാഗത്തേക്ക് നടന്നു പോകുന്നു. 40 പ്രാവശ്യം നമ്മൾ നടക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ മിക്കവാറും നമ്മുടെ സ്റ്റേജിൻ്റെ പുറത്തേക്ക് നടന്നു പോകുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. സോ കൺഗ്രാറ്റുലേഷൻസ്, ഒരു പ്രൊജക്റ്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു രസകരമായ ആനിമേഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.